ഗൈസ്, കൊമേഴ്സ് ലോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കമ്പോണൻസ് ഓഫ് ഇൻകം ടാക്സിലെ പേഴ്സണും റെസിഡൻഷ്യൽ സ്റ്റേറ്റസുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ്, ഇൻകം ടാക്സ് പ്രകാരം ഒരു പേഴ്സൺ ആരാണെന്ന് നോക്കാം. ആസ് പെർ സെക്ഷൻ 231, ദ ഫോളോയിങ് ആർ കൺസിഡേർഡ് പേഴ്സൺ: ഇൻഡിവിജ്വൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, കമ്പനി, ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, ലോക്കൽ അതോറിറ്റി, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ഈ 5 കാറ്റഗറൈസേഷനിൽ വരുന്ന എല്ലാവരെയും ഒരു പേഴ്സൺ ആയിട്ടാണ് ഇൻകം ടാക്സ് ഡിഫൈൻ ചെയ്യുന്നത്. ഈ ഏതെങ്കിലും കാറ്റഗറിയിൽ വന്നാൽ അവർ പേഴ്സണാണ്, ആ പേഴ്സൺ ടാക്സ് കൊടുക്കണം. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളൊക്കെ ഹ്യൂമൻ ബീങ്സിനെയാണ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. അത് മെയിലായാലും ഫീമെയിൽ ആയാലും ട്രാൻസ്ജെൻഡർ ആയാലും മേജർ ആയാലും മൈനർ ആയാലും ഒക്കെ ഇൻഡിവിജ്വലാണ്. അതുപോലെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ഹിന്ദു ലോ പ്രകാരം ഫോം ചെയ്തിരിക്കുന്ന ഫാമിലി ബിസിനസ്സുകളാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്ക് ഒരു കർത്ത എന്ന് പറഞ്ഞ ഹെഡ് കാണും, ബാക്കി ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളതാണ്. നെക്സ്റ്റ്, കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം കമ്പനിയുടെ പരിധിയിൽ വരും. നെക്സ്റ്റ്, ഫേം, പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം ഫോം ചെയ്തിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഒരു ഫേമിൻ്റെ പരിധിയിൽ വരും. നെക്സ്റ്റ്, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. ഈ പറഞ്ഞ ഈ കാറ്റഗറിയിൽപ്പെട്ട എന്താണ്? ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ HUF, ഫേമോ, ലോക്കൽ അതോറിറ്റി, അങ്ങനെ ഏതെങ്കിലും 2 അതിലധികമോ പേഴ്സൺസ് ജോയിൻ ചെയ്യുന്ന ഒരു എന്തിൻ്റെയും കോമൺ പർപ്പസിന് വേണ്ടി ജോയിൻ ചെയ്താൽ അത് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ്. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലുമൊക്കെ മേള നടത്താൻ വേണ്ടിയിട്ട് ഒരു കമ്പനിയും അല്ലെങ്കിൽ 2 കമ്പനികൾ ജോയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് ഏതെങ്കിലും ഒരു കമ്പനി ഒരു മേള നടത്താൻ അല്ലെങ്കിൽ ഒരു ഫെസ്റ്റ് നടത്താൻ വേണ്ടി ജോയിൻ ചെയ്യുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ വരുന്നതാണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് അഥവാ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്. നെക്സ്റ്റ് വരുന്ന ലോക്കൽ അതോറിറ്റി. നമുക്കറിയാം, നമ്മുടെ ലോക്കൽ മാനേജ്മെൻറ്റിനുള്ള അതോറിറ്റീസ്, മുനിസിപ്പാലിറ്റീസ്, ഡിസ്ട്രിക്ട് ബോർഡ്, പോർട്ട് ട്രസ്റ്റ്, അങ്ങനെയുള്ളതൊക്കെയാണ് ലോക്കൽ അതോറിറ്റിയുടെ പരിധി വരുന്നത്. നെക്സ്റ്റ്, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, a residual category that covers entities with a jurisdictic personality that do not fall under any of the 6 categories. ഈ മോളിൽ പറഞ്ഞ 6 കാറ്റഗറിയിലും പെടാത്ത എന്നാൽ ഒരു ജൂറിസ്ഡിക്റ്റീവ് പേഴ്സണാലിറ്റി ഉള്ളവരാണ് ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ. ഫോർ എക്സാമ്പിൾ, ദേവതകൾ, വിഗ്രഹങ്ങൾ, ഇപ്പോൾ നമ്മുടെ അയ്യപ്പന് കൊടുക്കുന്ന ഇൻകം എല്ലാം ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഇൻകം ടാക്സിൻ്റെ പരിധിയിലോട്ട് വരും. സോ നിങ്ങൾക്ക് പേഴ്സൺ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. 7 കാറ്റഗറീസിലാണ് നമ്മൾ പേഴ്സണെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ കാറ്റഗറീസിൽ ഏതെങ്കിലും ഒന്നിൽ വരുന്ന എല്ലാ വ്യക്തികളും അല്ലെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളും എല്ലാ വസ്തുക്കളും ഇൻകം ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, അവരുടെ ഇൻകം ഒരു പരിധിയിൽ മുകളിലായ. സോ ആരൊക്കെയാണ് പേഴ്സണിൽ വരുന്നത്? ഇൻഡിവിജ്വൽ, HUF, കമ്പനി, ഫേം, AOP or BOI, ലോക്കൽ അതോറിറ്റി ആൻഡ് ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ. ഇനി എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു പേഴ്സൻ്റെ ക്ലാസിഫിക്കേഷൻ? ഓരോ പേഴ്സണും ടാക്സ് റേറ്റ് ഡിഫറെൻ്റ് ആണ്, അതുപോലെ റിട്ടേൺ ഡിഫറെൻ്റ് ആണ്, എക്സംഷൻസും ഡിഡക്ഷൻസും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോ കാറ്റഗറിയുടെയും ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങും ഇൻകം ടാക്സ് കാൽക്കുലേഷനും എളുപ്പമാക്കാൻ വേണ്ടിയാണ് ആ ഒരു പേഴ്സണെ അങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇൻഡിവിജ്വൽ കൊടുക്കേണ്ട അതേ ടാക്സ് കമ്പനി കൊടുത്താൽ കമ്പനി ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ്, നല്ലൊരു ബോർഡ് ഓഫ് ഡയറക്ടർ ഉണ്ട്. സോ അവരുടെ ടാക്സ് റേറ്റും ഇൻഡിവിജ്വലിൻ്റെ ടാക്സ് റേറ്റും ഒരുപോലെയാണെങ്കിൽ ഇൻഡിവിജ്വലിന് അതൊരു ബർഡനാവും, അപ്പോൾ ഇക്വാളിറ്റീനെ അത് അഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഓരോരുത്തരുടെയും നേച്ചർ അനുസരിച്ചുള്ള ടാക്സാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ ഒരു ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള ടാക്സ് റേറ്റും റിട്ടേണും ഒക്കെ ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടിയാണ് പേഴ്സണെ 7 കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഈച്ച് കാറ്റഗറി ഹാസ് സെപ്പറേറ്റ് അസസ്മെൻറ്റ് പ്രൊസീജിയർ ആൻഡ് ടാക്സ് കമ്പ്യൂട്ടേഷൻ റൂൾസ്. ഓക്കെ, അപ്പം നമുക്ക് പേഴ്സൺ ക്ലിയറായി. ഇനി ഇൻകം ടാക്സിൽ ഈ ഒരു പേഴ്സണ് എപ്പോഴാണ് ടാക്സ് കൊടുക്കേണ്ടത്? നമ്മൾ ചാർജിങ് സെക്ഷൻ പഠിച്ചപ്പോൾ അതത്ര മെൻഷൻ ചെയ്ത് പോയില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എപ്പോഴാണ് ഒരു പേഴ്സൺ ടാക്സ് കൊടുക്കേണ്ടത്? ആ പേഴ്സൻ്റെ റെസിഡൻ്റ് ആകുമ്പോഴാണ്, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ സ്റ്റേറ്റസിനെ ബേസ് ചെയ്തിട്ടുള്ള റൂളുകൾ ഉണ്ടാകുമ്പോഴാണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു പേഴ്സൺ ടാക്സ് കൊടുക്കേണ്ടത്. സോ നമുക്ക് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് എന്താണെന്ന് നോക്കാം. റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഡിറ്റർമൈൻസ് ഹൗ മച്ച് ഓഫ് എ പേഴ്സൺസ് ഇൻകം ഈസ് ടാക്സബിൾ ഇൻ ഇന്ത്യ. ഒരാളുടെ എത്രത്തോളം ഇൻകം ഇന്ത്യയിൽ ടാക്സബിൾ ആണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസിനെ അനുസരിച്ചിട്ടാണ്. ഇത് ഒരാളുടെ ഇന്ത്യയിലെ ഫിസിക്കൽ പ്രസൻസിനെ ബേസ് ചെയ്തിട്ടാണ്. സെക്ഷൻ 6(1) to
സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ടു സെക്ഷൻ 6 സബ്സെക്ഷൻ 6 വരെയാണ് ഈ ഒരു റെസിഡൻഷ്യൽ സ്റ്റേറ്റസിനെ പറ്റി ഇൻകം ടാക്സ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇൻഡിവിജ്വൽസിൻ്റെയും HUFൻ്റെയും കമ്പനിയുടെയും മറ്റ് എൻറ്റിറ്റീസിൻ്റെയും ഒക്കെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഡിഫറൻ്റ് ആണ്. ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് നോക്കുകയാണെങ്കിൽ 3 റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ആണ് ഇൻഡിവിജ്വലിന് വരുന്നത്. റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ്, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ്. ഓക്കെ, ഇനി റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റും റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് നമുക്ക് അടുത്ത സ്ലൈഡ് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് റെസിഡൻറ്റ് ആൻഡ് നോൺ റെസിഡൻറ്റ് ക്ലാസിഫിക്കേഷൻ്റെ കണ്ടീഷനാണ് പറയുന്നത്. എ പേഴ്സൺ ഈസ് എ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഇഫ് he stays in India for 182 days or more in the previous year, or stays in India for 60 days or more in the previous year and 365 days or more in the 4 years preceding previous year. ഒരാൾ ലാസ്റ്റ് ഇയറിൽ പ്രീവിയസ് ഇയറിൽ ആ ഇൻകം ഏൺ ചെയ്ത ഇയറിൽ 182 ദിവസമോ അതിലധികമോ ഇന്ത്യയിലുണ്ടെങ്കിൽ അയാൾ റെസിഡൻ്റാണ്. ഇനി അങ്ങനെയില്ലെങ്കിൽ കഴിഞ്ഞ വർഷം 60 ദിവസമോ അതിലധികമോ അത് പ്ലസ് കഴിഞ്ഞ 4 വർഷങ്ങളിലായിട്ട് 365 ദിവസമോ അതിലധികമോ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ റെസിഡൻ്റാണ്. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഒന്നെങ്കിൽ കഴിഞ്ഞ വർഷം തന്നെ 182 ദിവസം നിൽക്കണം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം 60 ദിവസം നിന്നിട്ട് ബാക്കി മുൻ വർഷങ്ങളിൽ 365 ദിവസം നിൽക്കണം. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആ ഇൻഡിവിജ്വൽ റെസിഡൻ്റാണ്. ഇത് ഏതെങ്കിലും ഒന്ന്, ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ആ ഇൻഡിവിജ്വൽ നോൺ റെസിഡൻ്റാണ്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ഒരു റെസിഡൻഷ്യൽ സ്റ്റേറ്റസിൻ്റെ ക്വസ്റ്റ്യനിൽ ആ ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യണം. ഇനി നോൺ റെസിഡൻ്റ് ആണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനില്ല, നോൺ റെസിഡൻ്റ് ആണെന്ന് നമ്മൾ പറയുന്നു. ഇനി റെസിഡൻ്റ് ആണെങ്കിൽ ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്ന് നോക്കണം. ഓക്കെ, if an individual is found resident, then for being classified as ordinary resident, both conditions must be satisfied. ഓർഡിനറി റെസിഡൻ്റ് ആവണമെങ്കിൽ താഴെ പറയുന്ന കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. എന്താണ്? ഒന്നാമത്, കഴിഞ്ഞ 10 വർഷത്തിൽ 2 വർഷം ഇന്ത്യയിൽ നിൽക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ 7 വർഷങ്ങളിൽ 730 ദിവസമോ അതിലധികമോ ഇന്ത്യയിൽ നിൽക്കണം. ഓക്കെ, ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു ഇൻഡിവിജ്വൽ ഓർഡിനറി റെസിഡൻ്റ് ആവുകയുള്ളൂ. ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒന്നാമതായിട്ട് റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്ന് നോക്കണം. റെസിഡൻ്റ് ആവാനുള്ള കണ്ടീഷനാണ് 182 ഡേയ്സ് ഓർ മോർ, അല്ലെങ്കിൽ 60 ഡേയ്സ് ഓർ മോർ പ്ലസ് 365 ഡേയ്സ് ഓർ മോർ. ഇനി അങ്ങനെ റെസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്ന് നോക്കണം. ഓർഡിനറി റെസിഡൻ്റ് ആവാനാണെങ്കിൽ 2 കണ്ടീഷൻ, 10 ഇയേഴ്സിൽ 2 ഇയേഴ്സ് പ്ലസ് 7 ഇയേഴ്സിൽ 730 ഡേയ്സ് ഇന്ത്യയിലുണ്ടായിരിക്കണം. അതിലേതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവും. ഓക്കെ, ഇത്രയാണ് ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഡിറ്റർമിനേഷൻ. ഇനി വരുന്നതാണ് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് HUF. HUFൻ്റെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം ഒരു HUFൻ്റെ കൺട്രോളും മാനേജ്മെൻറ്റും ഇന്ത്യയിലാണെങ്കിൽ ആ HUF റെസിഡൻ്റാണ്. ഇന്ത്യയിൽ നിന്നാണ് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുന്നതെങ്കിൽ ആ HUF റെസിഡൻ്റാണ്. ഇന്ത്യക്ക് വെളിയിൽ നിന്നാണെങ്കിൽ നോൺ റെസിഡൻ്റ് ആണ്. ഇനി വൺസ് റെസിഡൻ്റ് ആണെന്ന് HUF റെസിഡൻ്റ് ആണെന്ന് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്നറിയാൻ കർത്തയുടെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ആണ്. കർത്ത ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ HUF ഓർഡിനറി റെസിഡൻ്റ് ആണ്. കർത്ത നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ HUF നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. കർത്തയുടെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് അറിയാലോ, ഇൻഡിവിജ്വലിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ട് കർത്തേനെ ബേസ് ചെയ്തിട്ടാണ് ഒരു HUF ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്ന് നോക്കുന്നത്. ഇനി റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ നോക്കുന്നതോ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട്. ഇനി ഫേം അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് അഥവാ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് എങ്ങനെയാണ് നോക്കുന്നത് നോക്കാം. ഇവരുടെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസും ആ ഒരു കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നോക്കുന്നത്. ഒരു ഫേം കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് കൺട്രോൾ ചെയ്യുന്നത്, ഇത് ഇന്ത്യയിൽ നിന്നാണോ എന്ന് നോക്കും. ഓക്കെ, ആ ഒരു കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വോളി ഓർ പാർട്ട്ലി ഇന്ത്യയിലാണെങ്കിൽ അത് റെസിഡൻ്റ് ആണ്, അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആണ്. ഇവർക്ക് റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും ഉള്ളൂ. ഓർഡിനറി റെസിഡൻറ്റ് നോട്ട് ഓർഡിനറി റെസിഡൻറ്റും ഇത്തരം സ്ഥാപനങ്ങൾക്ക് ആപ്ലിക്കബിൾ അല്ല. സോ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വോളി ഓർ പാർട്ട്ലി ഇന്ത്യയിലാണെങ്കിൽ റെസിഡൻ്റ് ആണ്, അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് കമ്പനി. കമ്പനി റെസിഡൻ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടി
2 കണ്ടീഷനാണുള്ളത്. ഒന്നെങ്കിൽ ആ കമ്പനി ഒരു ഇന്ത്യൻ കമ്പനി ആയിരിക്കണം, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനി ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് മാനേജ്മെൻറ്റ്, പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലായിരിക്കണം. ഇന്ത്യൻ കമ്പനിയാണെങ്കിലും അല്ലെങ്കിൽ ഫോറിൻ കമ്പനിയുടെ പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണെങ്കിലും അത് റെസിഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് വരുന്നത്. ഇൻഡിവിജ്വലിൻ്റെ കുറച്ച് ദിവസങ്ങൾ, എത്ര ദിവസം നിൽക്കുന്നു എന്നതിൻ്റെ ബേസിസിൽ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് വരും. HUFൻ്റെ ആണെങ്കിലും ഫെയിമിൻ്റെ ആണെങ്കിലും AOPയുടെ ആണെങ്കിലും കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് വരുന്നത്. HUFൽ പിന്നെ ഓർഡിനറി, നോട്ട് ഓർഡിനറി എന്നൊരു ക്ലാസിഫിക്കേഷനും കൂടെ വരുന്നുണ്ട്. കമ്പനീനെ വരുമ്പം ബേസിക്കലി അത് ഇന്ത്യൻ കമ്പനിയാണോ ഫോറിൻ കമ്പനിയാണോ നോക്കും. ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ എന്നായാലും റെസിഡൻ്റ് ആണ്. ഫോറിൻ കമ്പനി ആണെങ്കിൽ ആ ഫോറിൻ കമ്പനിയുടെ എല്ലാ കൺട്രോളും മാനേജ്മെൻറ്റും എല്ലാം ഇന്ത്യയിലാണോ എന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ അത് റെസിഡൻ്റ് ആണ്, അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഒരു ടോട്ടൽ ഇൻകത്തിൻ്റെ സ്കോപ്പ്, എത്രത്തോളം ഇൻകം ഇന്ത്യയിൽ ടാക്സിബിൾ ആണെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇപ്പം ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ അയാൾ ഏൺ ചെയ്യുന്ന എല്ലാ ഇൻകത്തിനും ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണം. ഓക്കെ, നോട്ട് ഓർഡിനറി റെസിഡൻറ്റോ നോൺ റെസിഡൻറ്റോ ഒക്കെ ആണെങ്കിൽ ഇന്ത്യയിൽ നിന്നും കിട്ടുന്ന അല്ലെങ്കിൽ ഇന്ത്യ എന്ന രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഇൻകത്തിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി. സോ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് പഠിച്ചത്. ഇതാണ് ഓരോരുത്തരും കൊടുക്കേണ്ട ടാക്സ്. ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദി ഇയർ. ഇൻകം ഇന്ത്യയിൽ കിട്ടി അല്ലെങ്കിൽ ഇന്ത്യയിൽ കിട്ടാൻ പോവുകയാണ്, അങ്ങനെയാണെങ്കിൽ എല്ലാ റെസിഡൻഷ്യൽ സ്റ്റേറ്റസിലുള്ളവരും ടാക്സ് കൊടുക്കണം. നെക്സ്റ്റ്, ഇന്ത്യ ഇൻകം അക്രൂയിങ് ഓർ എറൈസിങ് ഓർ ഡീംഡ് ടു അക്രൂ ഓർ എറൈസിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എറൈസ് ചെയ്ത ഇൻകമാണ്, അങ്ങനെയാണെങ്കിലും എല്ലാവരും ടാക്സ് കൊടുക്കണം. നെക്സ്റ്റ്, ഇൻകം അക്രൂയിങ് ഓർ എറൈസിങ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എ ബിസിനസ് ഓർ പ്രൊഫഷൻ കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്തൊരു പ്രൊഫഷനിൽ നിന്നും നമുക്ക് പുറത്ത് ഇൻകം കിട്ടിയാലും എല്ലാവരും ടാക്സ് കൊടുക്കണം. അതിൻ്റെ എല്ലാം ബേസ് ഇന്ത്യയാണ്. ഇനി ഇൻകം അക്രൂയിങ് ഓർ എറൈസിങ് ഇൻ ഇന്ത്യ ബേസ്ഡ് ഓൺ എ പ്രൊഫഷൻ ഓർ ബിസിനസ് സെറ്റപ്പ് ഔട്ട്സൈഡ് ഇന്ത്യ. പുറത്തുള്ള ഒരു പ്രൊഫഷനിൽ നിന്നും ഇന്ത്യയിൽ അയാൾക്ക് ഇൻകം കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ റെസിഡൻ്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിലും ഫുൾ ഇൻകത്തിന് ടാക്സ് കൊടുക്കണം. നോൺ റെസിഡൻ്റ് ആണെങ്കിൽ എത്ര രൂപ ഇന്ത്യയിൽ നിന്ന് കിട്ടിയ ആ പർട്ടിക്കുലർ എമൗണ്ടിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി. ഇനി അതുപോലെ ഇൻകം അക്രൂയിങ് ഔട്ട്സൈഡ് ഇന്ത്യ ഡ്യൂറിങ് എ ഇയർ. നമുക്ക് പുറത്തുനിന്നൊരു ഇൻകം, ഫോർ എക്സാമ്പിൾ നമ്മൾ പുറത്ത് പോയി ജോലി ചെയ്ത് അവിടെ സാലറി കിട്ടി, പുറത്തുനിന്നുള്ള ഇൻകമാണ്. ഇന്ത്യയായിട്ട് യാതൊരു ബന്ധവുമില്ല, നമ്മൾ ഇന്ത്യക്കാരനാണെന്നല്ലാതെ ഇന്ത്യയായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ഇൻകം കിട്ടിയ ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ മാത്രം ടാക്സ് കൊടുത്താൽ മതി. നോട്ട് ഓർഡിനറി റെസിഡൻറ്റോ നോൺ റെസിഡൻറ്റോ ആണെങ്കിൽ ടാക്സ് കൊടുക്കണ്ട. ഇനി നമുക്ക് കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ്, ദ പട്ടേൽ HUF കൺട്രോൾസ് ഇറ്റ്സ് ബിസിനസ് ഓപ്പറേഷൻസ് പാർട്ട്ലി ഫ്രം ഇന്ത്യ ആൻഡ് പാർട്ട്ലി ഫ്രം സിംഗപ്പൂർ. ഡ്യൂറിംഗ് ഫിനാൻഷ്യൽ ഇയർ 2024-25, the Karta stayed in India for 200 days and has been living in India continuously for the past 12 years. അങ്ങനെയാണെങ്കിൽ HUFൻ്റെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് കണ്ടുപിടിക്കണം. ഫസ്റ്റ്, HUF റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്ന് നോക്കണം. HUFൻ്റെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസിൽ പറയുന്നത് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് മൊത്തത്തിലോ ഭാഗികമായോ ഇന്ത്യയിലുണ്ടെങ്കിൽ റെസിഡൻ്റ് ആണെന്നാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പാർട്ട്ലി ഫ്രം കൺട്രോൾഡ് ഫ്രം ഇന്ത്യയാണ്. ദെൻ ഓൾസോ HUF ഈസ് റെസിഡൻറ്റ്. ഇനി നമ്മുടെ HUF നമുക്ക് റെസിഡൻ്റ് ആണെന്ന് കിട്ടി. ഇനി ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി ആണോ എന്നറിയാൻ കർത്തയുടെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് നോക്കണം. കർത്ത 200 ഡേയ്സ് പാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നു. സോ കർത്ത റെസിഡൻ്റ് ആണ്. കാരണം 182 ഡേയ്സ് ഓർ മോർ ഉണ്ടെങ്കിൽ കർത്ത റെസിഡൻ്റ് ആണ്. അതുപോലെ കഴിഞ്ഞ 12 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യയിലുണ്ടായിരുന്നു. സോ കഴിഞ്ഞ 10 വർഷത്തിൽ 2 വർഷം നിൽക്കണമെന്നുള്ളതും 7 വർഷത്തിൽ 730 ദിവസം നിൽക്കണമെന്നുള്ള കണ്ടീഷനും 12 വർഷം സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരാൾ എന്നായാലും സാറ്റിസ്ഫൈ ചെയ്യും. സോ ഈ ഒരു HUF എന്ന് പറയുന്നത് ഓർഡിനറി റെസിഡൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ABC പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു കമ്പനിയാണ്. ഈസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ഇന്ത്യ ബട്ട് മാനേജസ് ഇറ്റ്സ് ഓപ്പറേഷൻ ഫ്രം സിംഗപ്പൂർ. ഒരു കമ്പനിയുടെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് കമ്പനി ഇന്ത്യൻ കമ്പനിയാണോ ഫോറിൻ കമ്പനിയാണോ എന്ന് ഫസ്റ്റ് നോക്കും. ഇനി ഫോറിൻ കമ്പനി ആണെങ്കിൽ മാത്രമേ അതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വേറെ രാജ്യത്താണോ ഇന്ത്യയിലാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുള്ളൂ. ഇവിടെ ABC പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻകോർപ്പറേറ്റ് ചെയ്തതേ ഇന്ത്യയിലാണ്. സോ ഇന്ത്യൻ കമ്പനിയാണ്. ഇന്ത്യൻ കമ്പനി ആണെങ്കിൽ നോ ഡൗട്ട് റെസിഡൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. മെഷേഴ്സ് ബ്രൈറ്റ് ട്രേഡേഴ്സ് എ പാർട്ട്ണർഷിപ്പ് ഫേം ഹാസ് 4 പാർട്ട്നേഴ്സ്. ഓൾ പാർട്ട്നേഴ്സ് ആർ ബേസ്ഡ് ഇൻ ഇന്ത്യ
ബട്ട് ഫേംസ് എൻ്റയർ ബിസിനസ് ഈസ് മാനേജ്ഡ് ഫ്രം ദുബായ്. പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്നേഴ്സ് എല്ലാം റെസിഡൻസ് ആണ്, പക്ഷേ പാർട്ട്ണർഷിപ്പ് ഫേം മാനേജ് ചെയ്തിരിക്കുന്നത് ദുബായിൽ നിന്നാണ്. പാർട്ട്ണർഷിപ്പ് ഫേം പഠിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞിരുന്നു, കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഫേമിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് വരുന്നത്. കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വോളി ഓർ പാർട്ട്ലി ഇന്ത്യയിലാണെങ്കിൽ റെസിഡൻ്റ് ആണ്, മൊത്തത്തിൽ പുറത്തുനിന്നാണെങ്കിൽ നോൺ റെസിഡൻ്റ് ആണ്. സോ ഈ ഒരു കേസിൽ ഇതിൻ്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് മൊത്തത്തിൽ ദുബായിലാണ്. സോ ഇത് നോൺ റെസിഡൻ്റ് ആണ്. പാർട്ട്നേഴ്സിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസിനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. അത് HUF മാത്രമേ അങ്ങനെ ഒരു കർത്തയുടെ ഒരു റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ. വേറൊരു എൻറ്റിറ്റിക്കും അവരുടെ അതിലെ ആളുകളുടെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഇൻഫ്ലുവൻസ് ചെയ്യില്ല. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? നെക്സ്റ്റാണ് മിസ്റ്റർ അമൻ. An Indian citizen working in the US visits India during financial year 2024-25 for 160 days. In the 4 preceding years, his total stay in India was 400 days. Determine his residential status for assessment year 2025-26. ഇവിടെ ഈ അമൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ അല്ലായിരുന്നെങ്കിൽ നമ്മൾ നോക്കുക, ലാസ്റ്റ് ഇയറിൽ 182 ഡേയ്സ് ഓർ മോർ ഉണ്ടോ എന്ന് നോക്കുക, ഇല്ല. നെക്സ്റ്റ് ലാസ്റ്റ് ഇയറിൽ 60 ഡേയ്സ് ഓർ മോർ ഉണ്ടോ എന്ന് നോക്കുക, ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് 4 ഇയേഴ്സിൽ 365 ഡേയ്സ് ഓർ മോർ ഉണ്ടോ എന്ന് നോക്കുക, ഉണ്ട്. റെസിഡൻ്റ് ആവേണ്ടതായിരുന്നു. എന്നാൽ ഇന്ത്യൻ സിറ്റിസണ് പുറത്ത് പോയി ജോലി ചെയ്യുന്നവർക്ക് ചില എക്സംഷൻസ് ഉണ്ട്. നമുക്ക് എക്സംഷൻസ് ഇൻ റെസിഡൻഷ്യൽ സ്റ്റേറ്റസും കൂടെ നോക്കാം. ഇന്ത്യൻ സിറ്റിസൺ who leaves India during the previous year for the purpose of employment outside India, or an Indian citizen who leaves India during the previous year as a member of a crew of an Indian ship, the 60-day condition is replaced by 182 days. 60 days or more plus 365 days or more എന്ന് പറയുന്ന കണ്ടീഷൻ മാറി 182 ഡേയ്സ് ഓർ മോർ ഉണ്ടെങ്കിൽ മാത്രമേ എംപ്ലോയ്മെൻറ്റിന് വേണ്ടി പുറത്തുപോയ ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ ഇന്ത്യൻ ഷിപ്പിലെ ക്രൂ ആയിട്ട് പോയ ഇന്ത്യൻ സിറ്റിസണ് ടാക്സബിലിറ്റി വരുള്ളൂ. അതുപോലെ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യ വിസിറ്റ് ചെയ്താലും ഈ ഒരു കണ്ടീഷൻ 60 ഡേ കണ്ടീഷൻ ഈസ് റീപ്ലേസ്ഡ് ബൈ 182 ഡേയ്സ്. അതുപോലെ കോവിഡിൻ്റെ സമയത്ത് ആ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ ആ ഒരു ലോക്ക്ഡൗൺ ആയിട്ട് ഇവിടെ നിന്ന സമയത്ത് ആ ഒരു നമ്പർ റെസിഡൻഷ്യൽ സ്റ്റേറ്റസിന് കൗണ്ട് ചെയ്യേണ്ടില്ല എന്ന് ഇപ്പോൾ അത് ആപ്ലിക്കബിൾ അല്ല, ആ സമയത്തുണ്ടായിരുന്നു. അതുപോലെ ഗവൺമെൻറ് എംപ്ലോയീസിനെ നമ്മൾ പുറത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയീസ് പുറത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു ഫോറിൻ സർവീസ് കാലയളവിൽ മൊത്തം നോൺ റെസിഡൻ്റ് ആണ്. എത്ര നാൾ ഇന്ത്യയിൽ നിന്നില്ല എന്നുള്ളത് ബാധകമല്ല. സോ ഇങ്ങനെ കുറച്ച് റിലാക്സേഷൻസ് അഥവാ എക്സംഷൻസ് റെസിഡൻഷ്യൽ സ്റ്റേറ്റസിൽ ഇൻഡിവിജ്വലിന് വരുന്നുണ്ട്. സോ നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇന്ത്യൻ സിറ്റിസൺസ്ന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസ് പോസ്റ്റഡ് എബ്രോഡ് എന്നൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ അമൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ആണ്. ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യയിൽ വിസിറ്റിന് വന്നു. ഓക്കെ, അപ്പം ലാസ്റ്റ് ഇയറിൽ 182 ഡേയ്സ് ഓർ മോർ ഉണ്ടെങ്കിൽ മാത്രമേ റെസിഡൻ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആണ്. ഓക്കെ, അപ്പം നോൺ റെസിഡൻ്റ് ആണ് അമൻ. നെക്സ്റ്റ്, Miss Neha, an Indian citizen, worked in Canada for 8 years. She returned to India permanently on 1st August 2023. അപ്പോൾ 2023 നേഹ ഇങ്ങോട്ട് വന്നു. ഇനി അവൾ ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യയിൽ വിസിറ്റ് വരുന്ന കണ്ടീഷൻ അവൾക്ക് ആപ്ലിക്കബിൾ അല്ല. കാരണം എന്താണ്? ഇനി അങ്ങോട്ട് ഇന്ത്യക്കാരിയാണ്, ഇന്ത്യയിലാണ് നിൽക്കുന്നത്. ഷീ സ്റ്റേഡ് ഇൻ ഇന്ത്യ ഫോർ 245 ഡേയ്സ് ഇൻ ഫിനാൻഷ്യൽ ഇയർ 2024-25. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ നേഹ 245 ഡേയ്സ് നിന്നിട്ടുണ്ട്. 182 ഡേയ്സ് ഓർ മോർ നിന്നാൽ റെസിഡൻ്റ് ആണ്. ഇനി ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്നറിയാനുള്ള കണ്ടീഷൻ ക്വസ്റ്റിന് തന്നിട്ടില്ല. നമുക്ക് അസ്യൂം ചെയ്യാം 8 വർഷം കാനഡയിൽ തന്നെ ആണെങ്കിൽ ലാസ്റ്റ് 7 ഇയേഴ്സിൽ 730 ഡേയ്സ് ഇന്ത്യയിൽ കണ്ടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് വേണേൽ അസ്യൂം ചെയ്യാം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞ് നമുക്കിത് അവസാനിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ്, മിസ്റ്റർ സുരേഷ് ഹാസ് ബീൻ ലിവിങ് ഇൻ ഇന്ത്യ കണ്ടിന്യൂസ്ലി സിൻസ് 2010. His stay during financial year 2024-25 was 300 days. Determine his residential status. ഫസ്റ്റ് കണ്ടീഷന് 182 ഡേയ്സ് ഓർ മോർ ഉണ്ടായിരിക്കണം, ഉണ്ട്. നെക്സ്റ്റ് 182 ഡേയ്സ് ഓർ മോർ ഉണ്ടെങ്കിൽ പിന്നെ 60 ഡേയ്സിൻ്റെ കണ്ടീഷൻ നമുക്ക് നോക്കണ്ട. ഇനി 2 out of 10 ഇയേഴ്സ് പ്രീസീഡിങ് 10 ഇയേഴ്സ് ഉണ്ടോ, ഉണ്ട്. 2010 തൊട്ട് ഇന്ത്യയിലുള്ള ആളാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് 10 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ 2015 തൊട്ടാണ് വരുന്നത്. ദെൻ കഴിഞ്ഞ 10 വർഷത്തിൽ എല്ലാ വർഷവും പുള്ളി ഇന്ത്യയിലുണ്ടായിരുന്നു.
എല്ലാ വർഷവും പുള്ളി ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ, എല്ലാ ദിവസവും പുള്ളി ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ 7 ഇയേഴ്സിൽ 730 ഡേയ്സ് എന്ന് പറയുന്ന കണ്ടീഷനും സാറ്റിസ്ഫൈ ആവും. സോ ഇത് ഓർഡിനറി റെസിഡൻ്റ് ആണ് മിസ്റ്റർ സുരേഷ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് നോക്കുക 182 ഡേയ്സ് ഓർ മോർ ഉണ്ടോ എന്ന്. ഇനി 182 ഡേയ്സ് ഓർ മോർ ഇല്ലെങ്കിൽ 60 ഡേയ്സിൻ്റെ കണ്ടീഷൻ നോക്കുക. 60 ഡേയ്സിൻ്റെ കണ്ടീഷൻ നോക്കുമ്പം ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യ വിസിറ്റിന് വന്നതാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഫോറിൻ ഡിപ്ലോമാറ്റ്സ് ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഡിപ്ലോമാറ്റ്സ് ഫോറിനിൽ നിന്ന് ഇന്ത്യയിൽ വന്നതാണോ എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 182 ഡേയ്സിൻ്റെ അല്ലെങ്കിൽ 60 ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ആ ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആണ്. ഇനി ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്നറിയാൻ 2 കണ്ടീഷനാണുള്ളത്. ഒന്ന്, കഴിഞ്ഞ 10 വർഷത്തിൽ 2 വർഷമെങ്കിലും ഇന്ത്യയിൽ വേണം. അതിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞ 7 വർഷത്തിൽ 730 ഡേയ്സ് എങ്കിലും ഇന്ത്യയിൽ വേണം. ഇത് 2 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഇൻഡിവിജ്വൽ ഓർഡിനറി റെസിഡൻ്റ് ആണ്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.